ഫ്രണ്ട്സ്, വെൽക്കം ടു ആലീസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഉടുപ്പി സാമ്പാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഉടുപ്പി സാമ്പാർ നമ്മൾ ഉടുപ്പി ഹോട്ടലിലൊക്കെ കയറി കഴിക്കുമ്പം വളരെ സാമ്പാർ നല്ല ടേസ്റ്റി ആയിരുന്നു എന്ന് പറയാറുണ്ടല്ലേ. ആ സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തിരിക്കുന്നത് നിങ്ങൾ കണ്ടു നോക്കുക. ഉടുപ്പി സാമ്പാറിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് മസാലകളൊക്കെ വറുത്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമേ 1 ടീസ്പൂൺ കടലപ്പരിപ്പാണ്. ടീസ്പൂൺ 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്. ഇത് മൂന്നും കൂടെ ഒന്ന് വറുത്ത് മാറ്റി വെക്കാം. മൂന്നും ചുമക്കൊന്ന് വറക്കണം. ഉടുപ്പി സാമ്പാറിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ഈ പരിപ്പുകളൊക്കെ ഇട്ടിങ്ങനെ വറുത്ത് പൊടിച്ച് ചേർക്കുന്നത്. ഇതൊന്ന് ചുമന്ന് വരണം, മൂത്ത് വെക്കണം, നല്ലൊരു മണമൊക്കെ വരും. ആ സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. പരിപ്പുകളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് ഒരു 5 ഉണക്കമുളക് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് ചൂടായി വരട്ടെ. മുളകൊന്ന് ചൂടായി വരുമ്പം 2 ടേബിൾ സ്പൂൺ മല്ലി, 1/4 ടീസ്പൂൺ കുരുമുളക്, 4-5 അല്ലി വെളുത്തുള്ളി, ഇത്രയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരട്ടെ. അടുത്തായിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നല്ല ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ. 1/2 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ മൂക്കുന്ന നല്ലൊരു മണം വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യും. ഈ സമയത്ത് കായം ഉണ്ടല്ലോ, കായം കട്ടിക്കായമാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. പക്ഷേ എൻ്റെ കയ്യിൽ കായമല്ല, കായപ്പൊടിയാണ്, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. മൂത്ത് വരട്ടെ. ജീരകവും ഉലുവയൊക്കെ മൂത്ത് വരുന്ന മണം വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സാമ്പാർ തയ്യാറാക്കാനുള്ള കുക്കർ ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് തുവരപ്പരിപ്പ് അല്ലെ സാമ്പാർ പരിപ്പ് 1/2 കപ്പ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 2 ഉരുളക്കിഴങ്ങ്, 1 കഷ്ണം മത്തങ്ങ, 1 ക്യാരറ്റ്, അതുപോലെ തന്നെ ഇത് 1 കപ്പ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കും. ഒരു ചെറിയ സവാളയും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ 1 തക്കാളി, 3 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് നല്ലപോലെ ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിക്കുക. ഒരു 3-4 വിസിലൊക്കെ വരട്ടെ. ഞാൻ വെയിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ വറുത്ത് വെച്ച അരപ്പുണ്ടല്ലോ അത് പൊടിച്ചെടുക്കാം. ഒരു 3 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കി പരിപ്പും ഒക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് 1 മുരിങ്ങയ്ക്കായും 2-3 വെണ്ടയ്ക്കയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് തിളക്കട്ടെ. വെണ്ടയ്ക്കയും മുരിങ്ങയ്ക്കയൊക്കെ ഇട്ടിട്ട് നല്ല 2 തവണ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പം കൂടെ ഇടുമ്പോഴത്തേക്കും അതൊക്കെ വെന്ത് കിട്ടും. നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയാണ് ചേർക്കുന്നത്.
നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയം നമുക്ക് കുറച്ച് പുളിവെള്ളം കൂടെ ഒഴിച്ചു. ഇനി ഒരു സാധനം ചേർക്കാനുണ്ട്. കായമാണ് കേട്ടോ, കായപ്പൊടി. ഒരു ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്തു. വെള്ളം പോലെ വേണ്ട, കുറച്ച് വെള്ളം കൂടി ചേർത്തു. നല്ല തിക്കായിട്ടിരിക്കുക, കുറച്ച് വെള്ളം കൂടി ചേർത്ത് വെക്കുക. ഈ സമയം നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കാം. അരപ്പക്കത്തെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ശർക്കരപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. കൂടുതലാവരുത്, കൂടുതലായാൽ മധുരിക്കും. 1/2 ടീസ്പൂൺ ശർക്കരപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില പൊടി. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് കടുക് വറുത്ത് കൊടുക്കും. ഉണക്കമുളകും കടുകും കൂടെ വറുത്ത് ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റുള്ള സാമ്പാറാണ്. നമ്മൾ സാധാരണ ഉടുപ്പി ഹോട്ടലിലൊക്കെ പോയി ഇഡ്ഡലി സാമ്പാർ കഴിക്കുമ്പോൾ പറയത്തില്ലേ നല്ല അടിപൊളി ടേസ്റ്റാണെന്ന്. അതേ ടേസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കടുക് വെക്കാനുള്ള പാൻ വെച്ച് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 ഉണക്കമുളക് ഇട്ട് കൊടുക്കും. ഇത്രയേ ഉള്ളൂ. കുറച്ച് കറിവേപ്പില വെച്ച് സാമ്പാറിലേക്ക് വെച്ചു. അങ്ങനെ നമ്മുടെ ഉടുപ്പി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.